ഹലോ, ഗുഡ് മോർണിംഗ്. സോ നിങ്ങൾ തമ്മിൽ തന്നെ കണ്ടാണ് മിസ് ഡേ ഇൻ മൈ ലൈഫ്. എൻ്റെ ചാനൽ വളരെ റെയറായിട്ടും വളരെ കുറച്ച് ചെയ്തിട്ടുള്ളതായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഡേ ഇൻ മൈ ലൈഫ്. എനിക്ക് ഒന്നോ രണ്ടോ വീഡിയോസ് എന്തോ ചെയ്തിട്ടുള്ളൂ ഞാൻ ഡേ ഇൻ മൈ ലൈഫിൽ. ആഫ്റ്റർ എ ലോങ് ടൈം അഗെയിൻ ഐ എം ഡൂയിങ് എ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. സോ കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് ഐ തിങ്ക് ഓൾമോസ്റ്റ് 2 months ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. വീട്ടിലാരും ഇല്ല, ഞാൻ മാത്രമാണ്. ഐ എം ഹോം അലോൺ. സോ കുക്കിങ്ങും എല്ലാം ഞാൻ തന്നെയാണ്. ഇടയ്ക്ക് ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയി നിന്നു. പിന്നെ ഞാൻ എൻ്റെ പേരൻസ് പൂനെയില്ല, അവരുടെ അടുത്ത് പോയി നിന്നു. എന്നാലും ഒരു 2 months 1 month ഞാൻ വീട്ടിൽ തന്നെ കംപ്ലീറ്റ്ലി വീട്ടിൽ തന്നെ ആയിരുന്നു. സോ യെസ്, ഞാൻ ഐ എം ഗോയിങ് ബാക്ക് ടു വർക്ക്. അപ്പം തിരിച്ച് ഞാൻ കൊച്ചിയിലോട്ട് പോവാണ്. അപ്പം ഞാൻ വിചാരിച്ചു തിരിച്ച് പോകുന്നതിന് മുന്നായിട്ട് ഞാൻ വീട്ടിലുള്ളൊരു ഹോം അലോൺ ആയിട്ടിരിക്കുമ്പോൾ ഉള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്നുള്ളത്. സോ അത് ഞാൻ 7:30 എണ്ണീച്ചു. പക്ഷെ ഞാൻ പിന്നെയും കിടന്നുറങ്ങി. ഇപ്പം 9:30 ആയി. 9:30 പിന്നെ എണ്ണീച്ചു. 7:00 എണ്ണീച്ച് മിൽമയിൽ പോയി പാല് വാങ്ങി വന്ന് പിന്നെ കുറച്ച് നേരം വിസ്കിയുടെ കൂടെ കളിച്ചു. വിസ്കി ഈസ് മൈ പെറ്റ്. ഓക്കെ, ഡോഗാണ് എൻ്റെ വീട്ടിലെ. അപ്പോൾ അവൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചിട്ട് പിന്നെ ഞാൻ വന്ന് ഈ സോഫയിൽ തന്നെ ഞാൻ കിടന്ന് ഉറങ്ങി. പിന്നെ ഓക്കെ, എൻ്റെ ഇപ്പോഴാണ് എണ്ണിച്ചത്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ എന്തായാലും ബ്രഷൊന്നും ചെയ്തിട്ടില്ല. പോയി പല്ല് കേൾക്കട്ടെ. എനിക്കിപ്പോഴും ഉറക്കം വരുന്നുണ്ട്. എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. സോ യെസ്, അപ്പോൾ നമുക്ക് ആദ്യം ബ്രഷ് ചെയ്യാം. സോ നമ്മൾ പല്ല് തേച്ചു. ഞാൻ രാവിലെ എണീക്കുമ്പോൾ വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ. അത് നിങ്ങളോട് പറയാൻ മറന്നുപോയി. കാരണം ഞാൻ 7:00 എണീച്ചപ്പോൾ അപ്പോൾ വെള്ളം കുടിച്ചായിരുന്നു. പിന്നെ നിങ്ങളെ ഞാൻ കാണിക്കുന്നത് പോലെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്കത് കുറേ നാളായിട്ടുള്ള ശീലമാണ് രാവിലെ എണീക്കുമ്പോൾ വെറും വയറ്റിൽ വെള്ളം കുടിക്കുക എന്നുള്ളത്. പക്ഷെ അതിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. ഗുണങ്ങളുണ്ടെന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു സംഭവമല്ല. എനിക്കതൊരു സ്വഭാവമാണ് രാവിലെ എണീക്കുമ്പോൾ വെള്ളം കുടിക്കുക എന്നുള്ളത്. അപ്പം ഞാൻ 7:00 എണീച്ച സമയത്ത് തന്നെ വെള്ളം കുടിച്ചായിരുന്നു. പിന്നെ ഇങ്ങനെയൊന്നുമല്ല. ഞാൻ രാവിലെ എണീക്കുമ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം രാവിലെ എണീക്കുമ്പോൾ TV ഓണാക്കുക എന്നുള്ളതാണ്. TV ഓണാക്കി പാട്ട് വയ്ക്കും. പിന്നെ രാത്രി ഇപ്പം ഞാൻ 10 മണി വരെ ഉണ്ടെങ്കിൽ 10 മണി വരെ ആ TV ഓണായിരിക്കും. പാട്ടും കാണും. എനിക്ക് പാട്ട് മസ്റ്റാണ് രാവിലെ എണീക്കുമ്പം. ഓക്കെ, ആ ഒരു പാട്ട് കേൾക്കുമ്പം നമുക്കൊരു നല്ല ഒരു വൈബ്, ഒരു ഫ്രഷ് സ്റ്റാർട്ട് പോലെ തോന്നുന്നത്. എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടം. അപ്പോൾ രാവിലെ തൊട്ട് 10 മണി വരെ ഈ TV ഓണായിരിക്കും. ഒന്നെങ്കിൽ ഞാൻ സിനിമ കാണും, അല്ലെങ്കിൽ പാട്ട് എന്തായാലും കാണും. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പം ഞാൻ പാട്ട് വെച്ചാൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും. അതുകൊണ്ട് ഞാൻ പാട്ട് വെക്കുന്നില്ല. ഓക്കെ, നമുക്ക് സത്യം പറഞ്ഞാൽ വീടൊന്ന് തൂക്കണം. ഞാൻ 3 ദിവസമായി വീടൊന്ന് തൂത്തിട്ട്. സത്യം പറഞ്ഞാൽ 3 ദിവസം മുന്നേ വീട് തൂത്ത് തുടച്ചതാണ്. അതുകൊണ്ടാണ് 3 ദിവസം ആ ഒരു ഗ്യാപ്പ് വന്നത്. ഇപ്പം അത്യാവശ്യം പൊടിയുണ്ട് വീടിൻ്റെ അകത്ത്. കാരണം വിസ്കി ഫുൾ ടൈം ഈ വീടിൻ്റെ ഉള്ളിലാണ്. അവനും ചൂടല്ലേ, അപ്പം വീട്ടിൻ്റെ അകത്ത് ചൂടാണ്, തണുപ്പാണ്, വീടിൻ്റെ അകത്ത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് അവൻ കൊണ്ടുവരുന്ന പൊടി ഭയങ്കര കൂടുതലാണ്. പിന്നെ അവൻ്റെ രോമവും കാണും കുറേയൊക്കെ. ഇപ്പം ഞാൻ തൂക്കുമ്പോൾ നിങ്ങളെ കാണിക്കുക എന്തോരം രോമം കിട്ടുമെന്ന്. അയ്യോ, അത്രയും രോമം ഉണ്ട് കേട്ടോ, വീടിൻ്റെ അകത്തും പുറത്തും. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ രോമം വിറ്റ് കാശ് വല്ലതും കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ അംബാനിയേക്കാൾ പണക്കാരനായനെ. എപ്പോഴും അത് വീട്ടിൽ പറയും, എന്തോരം രോമമാണെന്നറിയാമോ, അത്രയും രോമമുണ്ട് ഇതിൻ്റെ. ഞാൻ വിസ്കിയെ കാണിക്കട്ടെ. ഇവിടെ കിടപ്പുണ്ട്, ഫ്രണ്ടിൽ തന്നെ കിടപ്പുണ്ട്. ദേ കണ്ടോ, ഞാൻ അടുത്തുകൊണ്ടൊന്ന് കാണിക്കാമേ. ആള് ക്യാമറ ഒക്കെ കണ്ടിട്ട് എന്തിനുള്ള പുറപ്പാടെന്നുള്ള രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്കെന്തായാലും വീട് പെട്ടെന്ന് തൂക്കണം. തൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വിശക്കുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ. അപ്പം അത് നമുക്ക് വീട് തൂക്കണമെങ്കിൽ വിസ്കിയെ പുറത്താക്കണം. കുഴപ്പമൊന്നുമില്ല, അവനോട് പോകാൻ പറഞ്ഞാൽ അവൻ പോവും കേട്ടോ, പറഞ്ഞാൽ കേൾക്കുന്ന കൂട്ടത്തില്. അത് കഴിഞ്ഞിട്ട് വീട് തൂക്കുന്നുണ്ട്. അപ്പൊ തൂക്കുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം എന്തോരം രോമം അവന്റെ എന്നുള്ളത്. അത് മൊത്തം അവന്റെ രോമമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവനെ അവിടെ ഇരുത്തി മുടിയൊക്കെ ചീകും. പിന്നെ എല്ലാം ചെക്ക് ചെയ്യും കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നുള്ളത്. പിന്നെ അവന് കുറെ ഉമ്മൊക്കെ കൊടുത്ത് കൊഞ്ചിച്ച് കുറെ നേരം അവന്റെ കൂടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ കാണുന്നത് കിളിക്കൂടോ കുരുവിക്കൂടോ ഒന്നും അല്ല. ഇത് അവന്റെ രോമം തന്നെയാണ്, വിസ്കിയുടെ രോമമാണ് കേട്ടോ ഇത്.
പിന്നെ അവന് ബിസ്ക്കറ്റും കൊടുക്കും. ഇതൊക്കെ ഡെയിലി മുടങ്ങാതെ ചെയ്യുന്ന എന്റെ മോർണിംഗ് റൂട്ടീൻസ് ആണ്. ഹലോ, വെൽക്കം ടു അമ്മൂസ് കിച്ചൺ. ഓക്കെ, അപ്പം നമുക്കിനിയും വല്ലതും കഴിക്കണ്ടേ? അപ്പം ഞാനൊരു സ്മൂത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ശരിക്കും ഞാൻ നിങ്ങൾ ഇത് ഉണ്ടാക്കുന്നതാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. കുറേ പേർക്കൊക്കെ ഇതറിയാം, വലിയ സംഭവമൊന്നുമല്ല. എങ്കിലും എനിക്കിതൊരു വലിയ സംഭവമാണ്. ഞാൻ അധികം കുക്ക് ചെയ്യാത്ത ഒരാളായതുകൊണ്ട്. അപ്പം നമുക്ക് ഈസി ആയിട്ടൊരു അടിപൊളി സ്മൂത്തി ഉണ്ടാക്കാമേ. ഇതിന് വേണ്ടത് ഒരു ഏത്തക്ക. ഈ ഏത്തക്ക പഴുത്ത് ഇനി എത്ര ദിവസം കാണുമെന്ന് എനിക്കറിയില്ല. ഒരു ഹാഫ് ഏത്തക്ക മതിയേ. ഒരു ഹാഫ് ഏത്തക്ക മതി. ഇത് നമുക്കിതെടുക്കാം. ഒരു ഹാഫ് ഏത്തക്ക, കുറച്ച് പാല്. ഇപ്പം ഞാനിതിൽ എടുത്തേക്കുന്നത് കുറച്ച് ആൽമണ്ടും പിന്നെ പംകിൻ സീഡും പിന്നെ ഇതെന്തായിരുന്നു വാൾനട്ടുമാണ്. ഈ ആൽമണ്ട് സോക്ക് ചെയ്ത് വെച്ചത്, ആ തൊലി കളഞ്ഞ് വെച്ചേക്കുന്നതാണ്. അപ്പം ഇത്രയും മതി ഇതുണ്ടാക്കാനായിട്ട്. ഭയങ്കര ഈസിയാണ്. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഏത്തക്ക ഉണ്ടല്ലോ, അതൊന്ന് മുറിച്ചിടണം. പിന്നീട് അതിലോട്ട് ഈ പാൽ ഒഴിക്കണേ. ഇതുപോലെ കുറച്ച് വെള്ളം എടുത്ത് ഒന്നൊന്ന് ഇതാക്കിയിട്ട് ആ വെള്ളവും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുക. കുറച്ച് വെള്ളം കാണുള്ളേ. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ആൽമണ്ടും പിന്നെ വാൾനട്ടും പംകിനും ഇതിൻ്റെ അകത്തോട്ട് ഇടുക. പംകിൻ സീഡും ഇതിൻ്റെ അകത്തോട്ട് ഇടുക. എന്നിട്ടൊന്നുമില്ല, ഈ ജാർ അടയ്ക്കുക, മിക്സ് ചെയ്യുക, കുടിക്കുക. സോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. സ്മൂത്തി ആൻഡ് ഇത് വന്നിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെ പീനട്ട് ബട്ടർ ഇട്ടേക്കുന്നതാണ്. അപ്പം ഞാൻ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. നമ്മുടെ വിസ്കി ഇവിടെ ഉണ്ട്. വിസ്കി ആക്ച്വലി ഞാനിപ്പോൾ ഒരു കോയിൻസിഡൻസ് ശ്രദ്ധിച്ചു കേട്ടോ. വേറൊന്നുമല്ല, ഞാനിങ്ങനെ എൻ്റെ ഫോണിൽ കൂടെ ഞാൻ ആദ്യം ഇട്ട ഡേ ഇൻ മൈ ലൈഫ് നോക്കുമായിരുന്നു. ഞാൻ ആ ഡേ ഇൻ മൈ ലൈഫ് 2 എന്തോ ഇട്ടിട്ടുള്ളൂ യൂട്യൂബ് ചാനലിൽ. ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഫാൻ അല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം ഞാൻ ആദ്യം ഇട്ട മൈ വെരി ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് ചെക്ക് ചെയ്തപ്പം കോയിൻസിഡൻ്റ് ആയിട്ട് ഞാൻ അതിലും ഈ സെയിം ടീഷർട്ട് തന്നെ ഇട്ടേക്കുന്നത്. സെയിം ടീഷർട്ട്, ഒരു മാറ്റവും ഇല്ല. പക്ഷെ അതിൽ നിങ്ങൾ തമ്മിൽ നോക്കുവാണെങ്കിൽ എനിക്ക് വേറൊരു ഡോഗായിരുന്നു, ഇക്രു എന്നായിരുന്നു അവരുടെ പേര്. ഇക്രു ഡാഷ് ആയിരുന്നു. ഹീസ് നോ മോർ ആക്ച്വലി. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാന്ന് തോന്നുന്നു ഹി പാസ്ഡ് അവേ. അപ്പം യെസ്, അവനായിരുന്നു അന്ന് തമ്മിൽ. അവനെ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല, ഓർമ്മയില്ല. ഓക്കെ, അങ്ങനെ ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ. ഫ്രഷായി. എന്നാലും വേർക്കുവോ ഞാൻ. അയ്യോ, ചുമ്മാ നിന്നാൽ തന്നെ വേർക്കുന്ന കൂട്ടത്തില്ല കേട്ടോ. അപ്പം ജോലി ചെയ്താൽ ഇത്തിരി കൂടെ വേർക്കും, പ്രത്യേകിച്ച് ചൂടിപ്പം സമയം 12:30 ആയിട്ടുണ്ട്. അപ്പം ഞാൻ ലഞ്ച് ഉണ്ടാക്കാൻ പോകുന്നതിന് മുന്നായിട്ട് നമുക്ക് വേറൊരു സാധനം ഉണ്ടാക്കണം. വേറൊന്നുമല്ല കാണിക്കേണ്ടതാണ്, ടാങ്ക്. അപ്പം നമുക്ക് ആദ്യം ടാങ്ക് ഇടാം. ഞാൻ ഫുൾ ഇടുവാണേ. പഞ്ചസാര, വെള്ളം. ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. ടാങ്ക് ഉണ്ടാക്കാൻ ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ ആരെയും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇപ്പം സമയമാണെങ്കിൽ 12:45 നമുക്ക് ലഞ്ച് കഴിക്കാം. ഇന്ന് ഇച്ചിരി പൊതുവെ ഞാൻ 1 മണിക്ക് 1:30 എന്തായാലും ഫുഡ് കഴിക്കും, ലഞ്ച് കഴിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ലഞ്ച് ഉണ്ടാക്കിയിട്ട് വരാം. ഞാൻ ലഞ്ച് ഉണ്ടാക്കിയിട്ട് വരാം. നിങ്ങൾ എൻ്റെ ലഞ്ച് കണ്ടാൽ ഞെട്ടും. ഞാൻ എന്തായാലും കുക്ക് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പം ഞാൻ ലഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ലഞ്ച് ഞാൻ നിങ്ങളെ കാണിക്കാം. ഓട്സ് ആണ് എൻ്റെ ലഞ്ച് ഇന്നത്തെ. സത്യം പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ ഇവിടെ നടക്കുന്നത് ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും. ഞാൻ എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും പൂനെയിലാണ്. അവർ പൂനെയിലാണ്, അച്ഛൻ പൂനെയിലാണ് വർക്ക് ചെയ്യുന്നത്. അമ്മ അച്ഛൻ്റെ കൂടെയാണ്. പിന്നെ എനിക്കൊരു ബ്രദറുണ്ട്, അവൻ കാനഡയിലാണ്. ഞാനാണെങ്കിൽ കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ വന്നതാണ് വീട്ടിലോട്ട് ഒരു 2 മാസത്തേക്ക്. അപ്പോൾ വീട്ടിൽ ആരുമില്ല. അതാണ് വീട്ടിൽ ആരും ഇല്ലാത്ത സിറ്റുവേഷൻ ഞാൻ പറയുകയാണേ. അപ്പം ഇതാണ് സിറ്റുവേഷൻ. ഓക്കെ, അപ്പം ഞാനിപ്പോൾ വീട്ടിലോട്ട് വന്നപ്പം വീട്ടിലാരും ഇല്ല ഒബ്വിയസ്ലി. അപ്പം ഞാൻ വേണം കുക്ക് ചെയ്യാനായിട്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ കുക്ക് ചെയ്തിട്ടില്ല. ഞാൻ അടുക്കള കയറിയിട്ടില്ല.
അമ്മയെ വല്ല ഹെൽപ്പ് ചെയ്യാൻ മാത്രം ഞാൻ അടുക്കളയ്ക്ക് ഇട്ടില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ഒന്നും കുക്ക് ചെയ്തിട്ടില്ല. അപ്പം ഇതാ ഫസ്റ്റ് ടൈമാണ് ഞാൻ കുക്ക് ചെയ്തതിന് ഒറ്റയ്ക്ക് വീട്ടിൽ കുക്ക് ചെയ്ത് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്ന ആദ്യമായിട്ടാണ്. ഓട്സ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അയ്യോ ചൂടെടുത്തിട്ട് വയ്യ. ഓട്സ് ഞാൻ ആദ്യമായിട്ടാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ഓട്സ് വാങ്ങി കഴിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഓട്സ് കഴിക്കാൻ തുടങ്ങി. കാരണം ഈസി ടു മേക്ക്, ഈസി ടു കുക്ക്. അതുകൊണ്ടാണ് ഓട്സ് വാങ്ങിച്ചത്. കുക്ക് ചെയ്യാൻ ഈസി ആണെന്നുള്ളത് മാത്രമല്ല, നല്ലതാണ് ഓട്സ്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുക്ക് ചെയ്ത് പോകുന്നതേ ഉള്ളൂ ഇപ്പം. അപ്പോൾ നമുക്ക് എന്തായാലും ഓട്സ് കഴിച്ചുകൊണ്ട് എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്. മേ ബി എൻ്റെ ഫ്രണ്ട് വരും ചിലപ്പം. അപ്പം അവൾ വരുന്നതിന് മുന്നേ ആയിട്ട് ഒരു മിനിറ്റ്. അപ്പം ഞാൻ പറഞ്ഞോണ്ട് എൻ്റെ ഫ്രണ്ട് വരും. മേ ബി അവൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഉറപ്പില്ല. അപ്പോൾ അവൾ വരുവാണെങ്കിൽ അവൾ വരുന്നതിന് മുമ്പായിട്ട് എനിക്ക് കുറച്ച് പണികളുണ്ട്, കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ അവളെ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ആകെ 2 ഡേ ഇൻ മൈ ലൈഫ് ഇട്ടിട്ടുള്ളൂ ഇതുവരെ. അതിൽ രണ്ടാമത് ഇട്ടേക്കുന്ന ഡേ ഇൻ മൈ ലൈഫിൽ അവൾ വരുന്നുണ്ട്, അവളുണ്ട്. ആ ഡേ ഇൻ മൈ ലൈഫിലും അവളുണ്ട്. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യുമ്പോൾ അവൾ വരുന്നുണ്ട്. ഇന്ന് ഫുൾ കോയിൻസിഡന്റ് ആട്ടോ. ആ ടീഷർട്ട് കോയിൻസിഡന്റ് ആയിരുന്നു. ഇപ്പൊ അവള് വരുന്നുണ്ട്, അതും കോയിൻസിഡന്റ് ആണ്. മൊത്തത്തില് കോയിൻസിഡന്റ് ആണ് ഇന്ന്. പിന്നെ ഞാൻ ലഞ്ചൊക്കെ കഴിക്കുവാണ്, എഡിറ്റൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട്. പിന്നെ ഞാൻ ഫ്രൂട്ട്സ് കഴിക്കും കേട്ടോ. ഇത് ഞാൻ വീട്ടിൽ വന്നപ്പം തുടങ്ങിയ ഒരു ശീലമായിരുന്നു ഇത്, ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ് കഴിക്കാന്നുള്ളത്. പക്ഷെ നല്ല രസം കേട്ടോ. കാരണം ഫ്രൂട്ട്സ് ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നതായിരിക്കും. അപ്പൊ ഞാൻ ലഞ്ച് കഴിക്കാൻ തുടങ്ങുമ്പോൾ ഫ്രൂട്ട്സ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ചെറിയൊരു തണുപ്പോടെ ഫ്രൂട്ട്സ് കഴിക്കാൻ നല്ല നല്ല ടേസ്റ്റും നല്ല രസമാണ്. അങ്ങനെ എത്തിയിട്ടുണ്ട് എന്റെ ക്ലോസ് ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്. പക്ഷെ നമ്മൾ കൂടുമ്പോഴൊക്കെ വൈബാ, ഒരു നല്ല ഒരു ഗുഡ് വൈബ് കിട്ടാറുണ്ട്. അങ്ങനെ ഫൈനലി ബാംഗ്ലൂരിൽ നിന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോഗ്രാഫർ ആട്ടോ. ഇൻസ്റ്റ ID ചോട്ടാ ഭീം. എനിക്ക് അന്നത്തെ വ്ളോഗിൽ ഞാൻ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, ഇൻസ്റ്റ ID ചോട്ടാ ഭീം എന്ന്. അത് 2-3 വർഷം മുന്നേ ഉള്ളതാ. വിസ്കി ഞങ്ങളിങ്ങനെ കുറെ കഥയൊക്കെ പറയുന്നു. ചിലപ്പം ഫോട്ടോ എടുക്കും. ഞങ്ങൾ മീറ്റ് ചെയ്താൽ ഫോട്ടോ എടുക്കാതെ ഒരു ഇതില്ല. നോക്കട്ടെ, എന്തായാലും നല്ല ചൂടാ, വേർത്തൊലിക്കുക. നോക്കാം. ഞങ്ങൾ കുറച്ച് ചിറ്റ് ചാറ്റ് അല്ലേ. ഞാൻ എന്റെ ടാങ്ക് കഴിക്കട്ടെ. ടാങ്ക് കണ്ട വോഡ്കയുടെ. അങ്ങനെ ഞങ്ങൾ ടാങ്ക് ഒക്കെ ഉണ്ടാക്കി കുടിച്ചു. അല്ല, നേരത്തെ ഉണ്ടാക്കിയ ടാങ്ക് ആയിരുന്നല്ലോ. പിന്നെ കുറേ നേരം സംസാരിച്ചു കേട്ടോ. ശരിക്കും അവരിനോട് ടൈം സ്പെൻഡ് ചെയ്യുമ്പം ഭയങ്കര റിലാക്സാ, ഫണ്ണാ. ഇന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞങ്ങള് അങ്ങനെ എപ്പോഴും ഒന്നും മീറ്റ് ചെയ്തില്ല, പക്ഷെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പിന്നെ ഞങ്ങൾ മാഗി ഒക്കെ ഉണ്ടാക്കി, സിനിമയൊക്കെ കണ്ടു കേട്ടോ. സിനിമ മൊത്തം ഒന്നും കണ്ടില്ല, കാരണം ഞങ്ങൾക്ക് അറിയാം ഞങ്ങളെ ടൈം കുറവാണ്. അതുകൊണ്ട് ഞങ്ങൾ കുറെ സംസാരിച്ചു. പിന്നെ ഒരു 6-6:30 ഒക്കെ ആയപ്പോഴത്തേക്ക് അവളങ്ങ് പോയി. പിന്നെ ഞാൻ എന്റെ ബാക്കി കലാപരിപാടി തുടങ്ങി. ചപ്പാത്തി ആണല്ലോ രാത്രിയില്, അപ്പൊ ചപ്പാത്തിക്ക് കുഴച്ചു മാവ്. എന്നിട്ട് അതെ, ഞാൻ മാവ് കുഴച്ചതിന് ശേഷം പിന്നെ അതൊന്നൊരു 10 മിനിറ്റ് ഞാൻ 10-15 മിനിറ്റ് മാറ്റി വെക്കും കേട്ടോ, കുഴച്ച ചപ്പാത്തി മാവ്. എന്നിട്ട് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പൊ കറിക്കുള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ചപ്പാത്തി പരത്തി. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. അങ്ങനെ ഞാൻ ആ മാച്ച് ശ്രദ്ധിക്കുമായിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ IPL കാണും, ക്രിക്കറ്റ് കാണും. അപ്പൊ ഇന്ന് ലക്നൌവിന്റെയും ബാംഗ്ലൂരിന്റെ മാച്ച് നടക്കുക. ശരിക്കും എനിക്കിഷ്ടമുള്ള ടീം മുംബൈ ഇന്ത്യൻസാ. അവർ ഇതുവരെ ഒരു മാച്ച് പോലും ജയിച്ചിട്ടില്ല. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കെങ്കിലും അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കെങ്കിലും മാച്ചൊക്കെ ജയിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മുംബൈ അല്ലാതെ എനിക്ക് ബാംഗ്ലൂർ കപ്പെടുത്താൻ കുഴപ്പമില്ല കേട്ടോ. പാവങ്ങൾ ഇതുവരെ ഒരു കപ്പ് പോലും കിട്ടിയിട്ടില്ലല്ലോ. പിന്നെ രാജസ്ഥാൻ ഇഷ്ടം, സഞ്ജു സാംസൺ ഉള്ളതുകൊണ്ട്. പിന്നെ നമ്മൾ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ചപ്പാത്തി ഇപ്പൊ ചൂടായിട്ടിരിക്കോട്ടെ. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിച്ചു നോക്കി. ഞാൻ ചിക്കൻ ആദ്യമായിട്ടല്ല ഉണ്ടാക്കുന്നത്. വന്നിട്ട് ഞാൻ ഒരുപാട് തവണ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ നല്ലതായിട്ട് വിശക്കുന്നുണ്ട്. ഇപ്പൊ സമയം 9:45 നമുക്ക് ചപ്പാത്തി കഴിക്കും. ഞാൻ സാധാരണ ഇവിടെ ഇരുന്നാണ് കഴിക്കുന്നത്. ഇവിടെ ഇരുന്ന് ഫോൺ ഇവിടെ ഇങ്ങനെ വെക്കും, ക്രിക്കറ്റ് കാണും, കഴിക്കും. അങ്ങനെയാണ് ഞാൻ പൊതുവെ ഫുഡ് കഴിക്കുന്നത്. ഞാൻ കുളിച്ചു,
കുളിച്ചില്ലെങ്കിൽ പറ്റത്തില്ല. കാരണം ചപ്പാത്തി വഴക്കുമ്പോഴത്തേക്ക് നല്ലതായിട്ട് വേർത്ത് കുളിക്കും. അപ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഞാൻ വൈകിട്ട് കുളിക്കും. ചില സമയത്ത് മുടി നനയ്ക്കത്തില്ല, പക്ഷെ ഇന്ന് മുടിയൊക്കെ നനച്ച് കുളിച്ചിട്ടുണ്ട് നല്ലതായിട്ട്. അങ്ങനെ ഞാൻ IPL ഒക്കെ കണ്ട് ഫുഡ് കഴിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ദിവസമായിരുന്നു IPL ഫൈനല്. കൊൽക്കത്ത കപ്പടിച്ചു. സത്യം പറഞ്ഞാൽ മുംബൈ ഇന്ത്യൻസ് തോറ്റതിനെക്കാട്ടിലും എനിക്ക് വിഷമം രാജസ്ഥാൻ തോറ്റായിരുന്നു കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് അടുത്ത സീസണിൽ നോക്കാം ഇനി. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു, പല്ലൊക്കെ തേച്ചു. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി ഡേ ഇൻ മൈ ലൈഫ് കംപ്ലീറ്റ് ചെയ്തേക്കാണേ. ഇതൊക്കെ എന്തിനാ വെച്ചേക്കുന്നുണ്ട്. സക്സസ്ഫുള്ളി ഡേ ഇൻ മൈ ലൈഫ് കംപ്ലീറ്റ് ചെയ്ത്. ശരിക്കും ഞാൻ വിചാരിച്ചില്ല ഇത് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നു കേട്ടോ. ഞാൻ പകുതിക്ക് വെച്ച് നിൽക്കുമെന്നാണ് വിചാരിച്ചത്. കാരണം ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യുന്നത് ഇത്തിരി ബുദ്ധിമുട്ട്. എനിക്കറിയത്തില്ല യൂട്യൂബേഴ്സൊക്കെ എങ്ങനെയാണ് ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യുന്നത്. ഭയങ്കര പാടാണ്. ശരിക്കും കാണുന്ന പോലെ ഇത്ര എളുപ്പമൊന്നുമല്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വെൻ ഐ എം ഹോം എലോൺ. വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഇത് ആദ്യമായിട്ടല്ല ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. പക്ഷേ ഞാൻ 2 ദിവസത്തേക്കോ 3 ദിവസത്തേക്കൊക്കെ സാധാരണ വരത്തുള്ളൂ എറണാകുളത്തുനിന്ന് വീട്ടിലോട്ട്. അങ്ങനെയൊക്കെ 2-3 ദിവസത്തേക്കുള്ളൂ. ഈ ആദ്യമായിട്ടാണ് ഒരു ലോങ് ആയിട്ട് ഒരു 1-2 മന്ത് ഞാൻ വീട്ടിൽ നിൽക്കുന്നത്. 1-2 മന്ത് വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നതും 2-3 ദിവസത്തേക്ക് നിൽക്കുന്നതും വ്യത്യാസമുണ്ട്. മെയിനായിട്ട് കുക്കിംഗ് ആണ് എനിക്ക് ഏറ്റവും പ്രശ്നം. പക്ഷേ ഇങ്ങനെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കണ്ടല്ലോ, ചപ്പാത്തിയോ ദോശയോ ഓട്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി സർവൈവ് ചെയ്യും. അങ്ങനെ വേണമല്ലോ, കാരണം കുക്കിംഗ് ഒരു ബേസിക് സ്കില്ലാണ്. നമുക്ക് ആവശ്യത്തിന് എപ്പോഴെങ്കിലും ഉപകാരം വരും. അപ്പോൾ അങ്ങനെ ഞാൻ ഈ വിസ്കിക്ക് ഫുഡ് കൊടുത്തു കേട്ടോ. അത് നിങ്ങളെ കാണിച്ചില്ല. വിസ്കിക്ക് ഫുഡ് കൊടുത്തു. ഞാൻ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ വിസ്കിക്ക് കൊടുത്തു കേട്ടോ. വിസ്കി ഇപ്പം പുറത്താണ്, അല്ലാതെ ഫുൾ ടൈം അകത്താണ്. അപ്പോൾ അങ്ങനെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഈ വീഡിയോ എപ്പോഴും അപ്ലോഡ് ചെയ്യാൻ തരത്തില്ല. ഞാനിപ്പോൾ പോയി കിടന്നുറങ്ങത്തില്ല. ഇപ്പോൾ സമയം 11:45. ഞാനൊരു 10-15 മിനിറ്റ് ഫോണിൽ നോക്കി അതൊക്കെ കഴിഞ്ഞിട്ടേ ഉറങ്ങത്തുള്ളൂ. പക്ഷേ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പം വീഡിയോ ഇത്ര നേരം സഹിച്ചിരുന്ന് കണ്ടതിന് താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. പിന്നെ എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ കേട്ടോ. അവിടെ ഞാൻ ഒരുപാട് ഫോട്ടോസും റീൽസും ഒക്കെ ഇടാറുണ്ട്. ഇൻസ്റ്റഗ്രാം ID ആർദ്ര ജയനാർ തന്നെയാണ്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ ദാറ്റ്സ് ഫോർ ടുഡേയ്സ് വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ.